ധ്രുവനും ആദിയും സ്റ്റാലിനും കൂടെ കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. ഒരുപാട് കൽപ്പടവുകളുള്ള ഒരു ശിവക്ഷേത്രത്തിലാണ് സ്റ്റാലിൻ്റെയും മീനുവിൻ്റെയും ധ്രുവൻ്റെയും ദേവുവിൻ്റെയും വിവാഹം. അതിനുവേണ്ടി തുളസിമാലയും കുങ്കുമവും എക്സ്ട്രാ ഒരു മഞ്ഞ ചരടിൽ കൊരുത്ത താലിയും തയ്യാറാക്കി. എടാ, നിനക്ക് പേടിയുണ്ടോ? ആദി ധ്രുവനോട് മെല്ലെ ചോദിച്ചു. ദേ, ഒറ്റ ഇടി അങ്ങ് തരും. ഞാൻ എന്തിനാ പേടിക്കുന്നേ? എനിക്കൊരു പേടിയുമില്ല, ധ്രുവ് പറഞ്ഞു. അവളുടെ അച്ഛനും നിന്റെ അച്ഛനും കൂടെ ഇങ്ങു വരും. അപ്പോൾ എന്നാ ചെയ്യാനാ? സ്റ്റാലിൻ ചോദിച്ചു. രണ്ടുപേരും എന്നെ ഒരു കോപ്പും ചെയ്യുകയില്ല. ആദി, നീ വീഡിയോ എടുത്ത് എൻ്റെ തന്തയ്ക്കും അവക്കടെ തന്തയ്ക്കും കൂടെ അയച്ചു കൊടുക്കണം, ധ്രുവ് പറഞ്ഞു. അത് സെറ്റ്, ആദി എനർജിയോടെ പറഞ്ഞു. ഇവളുമാർ എവിടെയാ? കാണാനില്ലല്ലോ, സ്റ്റാലിൻ പറഞ്ഞു. നീ പേടിക്കണടാ, നിന്റെ കല്യാണവും ഫസ്റ്റ് നൈറ്റും ഒരുപോലെ നടക്കും. പക്ഷേ ഇവൻ്റെ കാര്യം എന്താകുമോ എന്തോ. ഇനി ഇവൻ്റെ ആദ്യരാത്രി കാളരാത്രിയാണ്, ആദി പറഞ്ഞു. ആദി, അമ്പലമാണെന്ന് നോക്കുകയില്ല, ചവിട്ടി താഴെ ഇടും, ധ്രുവ് പറഞ്ഞു. ചുമ്മാ ഒരു തമാശ പറയാൻ പാടില്ലേ, ആദി പറഞ്ഞു. അപ്പോഴേക്കും അമ്പലപ്പടവിൻ്റെ മുന്നിൽ സ്റ്റാലിൻ സെറ്റാക്കിയ കാറ് വന്ന് നിന്നു. ധ്രുവൻ്റെയും ആദിയുടെയും സ്റ്റാലിൻ്റെയും നോട്ടം അങ്ങായി. ആദ്യം കാറിൻ്റെ ഡോർ തുറന്നുകൊണ്ട് ദേവു ഇറങ്ങി. അവളെ കണ്ട് ധ്രുവൻ്റെ കണ്ണുകൾ വിടർന്നു. സാരിയിൽ അവളുടെ ഭംഗി എടുത്തറിഞ്ഞിരുന്നു. അതവനെ ഒന്ന് ഉലച്ചു കളഞ്ഞു. അത് കഴിഞ്ഞു മീനു കാറിൽ നിന്നും ഇറങ്ങി. ഒരു നിമിഷം ഈ ലോകം നിലച്ച പോലെ തോന്നി സ്റ്റാലിന്. കല്യാണപ്പെണ്ണായി ഒരുങ്ങി നിൽക്കുന്ന തൻ്റെ ജീവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു അവൻ. അത് കഴിഞ്ഞ് വിന്ദ ഇറങ്ങി. ആദിയുടെ നെഞ്ചിൽ ഒരു വെള്ളിടി വിട്ടി. അത് അവൻ്റെ മിത്രയാണോ എന്ന് പോലും അവന് ഒരു നിമിഷം സംശയം തോന്നാതിരുന്നില്ല. മീനുവിൻ്റെ ഇരുവശത്തും നിന്ന് കൈപിടിച്ചുകൊണ്ട് ദേവുവും വിന്ദുവും മീനും കൂടെ കൽപ്പടവുകൾ കയറി. മുകളിലെ ആദ്യ പടവിൻ്റെ രണ്ടാമത്തെ പടവിൽ മീനു എത്തിയതും സ്റ്റാലിൻ ചെന്ന് അവൻ്റെ കൈ നീട്ടി. മീനു സ്റ്റാലിൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ വലം കൈയിലേക്ക് അവളുടെ വലം കൈ ചേർത്ത് വെച്ചു. അവൻ ആ കൈയിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. മീനു ആദ്യ പടിയും കടന്ന് അമ്പലനടയിലെത്തി. വിന്ദ ആദിയുടെ കൈയിലേക്ക് അവളുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു. മീനു ചാച്ചാ, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് എൻ്റെ വക, വിന്ദ പറഞ്ഞു. എന്നതാ കുഞ്ഞെ? സ്റ്റാലിൻ ചോദിച്ചു. കുറച്ചു നേരം കൂടെ കാത്തു നിൽക്ക്, താലി പൂജിക്കാൻ കൊടുത്തിട്ട് കിട്ടിയില്ലല്ലോ, വിന്ദ പറഞ്ഞു. ആദി വിന്ദയുടെ മുഖത്തേക്ക് നോക്കി. അവൾ ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണടച്ച് കാണിച്ചു. അടുത്ത നിമിഷം അമ്പലപ്പടവിൻ്റെ അവിടെ ബൈക്ക് വന്ന് നിന്നു. എല്ലാവരും അവിടേക്ക് നോക്കി. ഹെൽമറ്റ് അഴിച്ച് ആ ബൈക്കിൽ തന്നെ വെച്ചുകൊണ്ട് സുരേഷ് വന്നു. എല്ലാവരും ഒന്ന് ഞെട്ടി, വിന്ദയൊഴികെ. ആദി വിന്ദയുടെ മുഖത്തേക്ക് നോക്കി. അവൾ ഒന്ന് പുഞ്ചിരിച്ചു. സുരേഷ് പടവുകൾ കയറി അവരുടെ അടുത്തായി വന്നു നിന്നു. ചാച്ചാ, ഇത് എൻ്റെ അച്ഛനാ. ഇവിടെ നല്ലൊരു കാര്യമാണ് നടക്കുന്നത്. മുതിർന്ന ഒരാൾ ദൈവത്തിൻ്റെ തുല്യമാണ്. ദൈവത്തിൻ്റെ പോലെ അനുഗ്രഹം അവർക്കും നൽകാൻ പറ്റും. ഇവിടെ ധ്രുവേട്ടനും ദേവേട്ടനും ചാച്ചനും ഒരേ പ്രായക്കാരാണ്. ഞാനും മീനുവും ദേവുവും. അതുകൊണ്ട് പൂജിച്ച താലി അച്ഛൻ എടുത്തു തരും. പിന്നെ എൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും അച്ഛൻ, വിന്ദ സുരേഷിൻ്റെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു. അതെ മക്കളെ, നിങ്ങളെല്ലാവരും എനിക്ക് മക്കളാണ്, സുരേഷ് പറഞ്ഞു. ധ്രുവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ആദിയും സ്റ്റാലിനും ഒന്ന് പുഞ്ചിരിച്ചു. മീനുവിൻ്റെ കണ്ണ് നിറഞ്ഞു. ദേവു അവളെ ചേർത്ത് പിടിച്ചു. മോനെ ധ്രുവ. സ്റ്റാലിനെ, ആദി ഇങ്ങു വാ, സുരേഷ് വിളിച്ചു. ധ്രുവനും ആദിയും സ്റ്റാലിനും അയാളുടെ അടുത്തേക്ക് നിന്നു. നിങ്ങളെ 3 പേരെയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഒന്നിനൊന്ന് പോന്നവരാ നിങ്ങൾ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവർ. ഇതുപോലെ ആൺപിള്ളേർ വേണം എന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രീ ആയി കിട്ടി, സുരേഷ് പറഞ്ഞു. ഞങ്ങൾക്കും ഒരു വിഷമമുണ്ടായിരുന്നു അച്ഛാ, ഒരാൾ പോലും ഇല്ലാതെ. ഇപ്പോൾ ഓക്കെയായി, ധ്രുവ് പറഞ്ഞു. അതെന്നെ, ഇപ്പോൾ അച്ഛനുണ്ടല്ലോ, അത് മതി, ഞങ്ങൾ ഹാപ്പിയായി, സ്റ്റാലിനും പറഞ്ഞു. മോനെ ആദി, നിന്റെ കാര്യം എൻ്റെ മോൾ പറഞ്ഞിട്ടുണ്ട്. അച്ഛന് വിരോധമൊന്നുമില്ലാട്ടോ, സുരേഷ് പറഞ്ഞു. ആദി ഒന്ന് ചിരിച്ചു. 3 പേരും കൂടെ അയാളെ കെട്ടിപ്പിടിച്ചു. അയാൾ അവർ 3 പേരെയും ചേർത്ത് പിടിച്ചു. കണ്ടുനിന്ന ദേവുവിൻ്റെയും മീനുവിൻ്റെയും വിന്ദയുടെയും കണ്ണ് ഒരുപോലെ നനഞ്ഞു പോയിരുന്നു. അപ്പോഴേക്കും പൂജാരി പൂജിച്ച താലിയുമായി വന്നിരുന്നു. അതോടെ ദേവുവിൻ്റെ നെഞ്ചിടിപ്പ് ഒന്ന് ഉയർന്നു. വിന്ദയുടെ മുഖത്തും ആ ടെൻഷൻ തെളിഞ്ഞു നിന്നു. ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്താകുമെന്നറിയാതെ ഒരു ടെൻഷൻ. സ്റ്റാലിനും മീനുവും നടയിലേക്ക് കയറി നിന്നു. പൂജാരി താലിയായ താലം കൊണ്ട് വന്നു അവിടെ നിന്നു. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. എന്നിട്ട് താലി വധുവിൻ്റെ കഴുത്തിൽ 3 ആവർത്തി മുറുക്കി കെട്ടുക, പൂജാരി കണ്ണുകൾ അടച്ചുകൊണ്ട് ധ്യാനിച്ചു പറഞ്ഞു. സ്റ്റാലിനും മീനുവും സുരേഷും വിന്ദയും ദേവുവും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മീനുവിനും ദേവുവിനും ഒഴികെ ബാക്കി എല്ലാവർക്കും ഇനി എന്ത് സംഭവിക്കുമെന്നറിയാമായിരുന്നു. അടുത്ത നിമിഷം ശിവധ്രുവ് എന്ന പേര് കുത്തി പൂജിച്ച താലി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു നിന്ന ദേവുവിൻ്റെ കഴുത്തിൽ ധ്രുവ് ചാർത്തി.
ഒരു നിമിഷം ദേവു ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു. മാറാൻ നോക്കിയപ്പോഴേക്കും അവൻ 3 ആവർത്തി മുറുക്കി താലി കെട്ടിയിരുന്നു. ആദി അത് കൃത്യമായി വീഡിയോയെടുത്തു. ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. കണ്ണു തുറന്ന മീനു ഞെട്ടിപ്പോയി. ധ്രുവ് വിജയിച്ച ചിരിയോടെ ദേവുവിനെ ഒന്ന് നോക്കി. അടുത്ത നിമിഷം ദേവുവിൻ്റെ കൈ ധ്രുവൻ്റെ കവളത്ത് ആഞ്ഞു പതിഞ്ഞിരുന്നു. ആരും അത് പ്രതീക്ഷിച്ചില്ല എന്ന മാത്രമല്ല, എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു. എന്നാൽ ധ്രുവ് അത് പ്രതീക്ഷിച്ചിരുന്നു. അവൻ അത് കാര്യമാക്കാതെ താലിയിൽ നിന്ന് ഒരു നുള്ള് സിന്ദൂരം അവളുടെ സീമന്തരേഖയിൽ ചാർത്തിക്കൊടുത്തു. ഇപ്പോൾ നീ എൻ്റെ ഭാര്യയാണ്. ഞാൻ കെട്ടിയ താലിയാണ് നിന്റെ കഴുത്തിൽ കിടക്കുന്നത്. ഇനി നീ മറ്റൊരുത്തനെ കല്യാണം കഴിക്കുന്നത് എനിക്കൊന്ന് കാണണം, ധ്രുവ് പറഞ്ഞു. ദേവു ഒന്നും മിണ്ടിയില്ല. അവൾ മുഖം കുനിച്ചങ്ങനെ നിന്നുപോയി. മീനു എന്തോ പറയാൻ വന്നതും സ്റ്റാലിൻ തടഞ്ഞു. അത് കണ്ടതും വിന്ദ ദേവുവിനെ ചേർത്ത് പിടിച്ചു. ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ദേവു വിന്ദയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി. എന്താ എല്ലാവരും നോക്കുന്നേ? സ്റ്റാലിനെ, നീ മീനുവിനെ കെട്ടുന്നില്ലേ? ധ്രുവ് ചോദിച്ചു. സ്റ്റാലിൻ ഒന്ന് പുഞ്ചിരിച്ചു. അതുപോലെ ആദ്യം വീഡിയോ പറഞ്ഞവർക്ക് അവൻ അയച്ചു കൊടുത്തു. സ്റ്റാലിൻ പൂജാരി നീട്ടിയ താലത്തിൽ നിന്നും അവൻ്റെ പേര് കുത്തിയ താലിയെടുത്ത് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. മീനു കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു നിമിഷം കൈകൂപ്പി നിന്നു. സ്റ്റാലിൻ മീനുവിൻ്റെ കഴുത്തിലേക്ക് താലി ചാർത്തി. മീനു സ്റ്റാലിനെ കെട്ടിപ്പിടിച്ചു നിന്നു. ആ ചരട് 3 മുറുക്ക് കെട്ടിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ സിന്ദൂരം അവൻ ചാർത്തി. വീട്ടിലെത്തുന്നത് വരെ ദേവു ഒന്നും ആരോടും മിണ്ടാനായി പോയില്ല. വിന്ധ്യയുടെ കയ്യിൽ അവൾ മുറുകെ പിടിച്ചിരുന്നു. മരവിച്ച കണക്കെയായിരുന്നു ദേവു. ധ്രുവാണ് വണ്ടി ഓടിച്ചത്. സ്റ്റാലിനും മീനുവും അവിടെ ഇരിപ്പുണ്ട്. ആദി കോ ഡ്രൈവ് സീറ്റിലും. വീടിൻ്റെ മുന്നിലെത്തിയതും ധ്രുവും ആദിയും ആദ്യം വണ്ടിയിൽ നിന്നും ഇറങ്ങി. പിന്നെ വിന്ധ്യയും സ്റ്റാലിനും മീനുവും ഇറങ്ങി. ദേവു മാത്രം കാറിൽ നിന്നും ഇറങ്ങിയില്ല. അവൾ അവിടെ ആ ഇരിപ്പ് തുടർന്നു. വിന്ധ്യ ഓടിച്ചെന്ന് വീടിൻ്റെ വാതിൽ തുറന്നിട്ടു. വിളക്കില്ലാതെ തന്നെ ആ വീടിൻ്റെ വിളക്കായി മീനു വലതുകാൽ വെച്ചു കയറി. ആദി, ഞാൻ അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കട്ടെ, 1 മിനിറ്റ്, ധ്രുവ് പറഞ്ഞു. ചെല്ല്, ആദി പറഞ്ഞു. ധ്രുവ് ദേവു ഇരിക്കുന്ന സീറ്റിൽ ചെന്നിരുന്നു. അവനെ കണ്ടതും അവൾ കാറിൽ നിന്നും ഇറങ്ങാൻ നോക്കി. പക്ഷേ ധ്രുവ് ദേവുവിൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു. അവൾ നിറക്കണ്ണുകളോടെ ധ്രുവനെ നോക്കി. അഞ്ജു, ധ്രുവ് വിളിച്ചു. ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? സേ യെസ് ഓർ നോ, ടെൽ മീ. ദേവു പറഞ്ഞു. നോ, ഞാനായിട്ട് നിന്നെ തേടി വന്നതല്ല, നീ എന്നെ തേടി വന്നതാണ്. അഞ്ജു, ഡു യു റിമെമ്പർ ദാറ്റ് ഡേ വെൻ ഐ ടോൾഡ് യു ടു ഷോ യുവർ ലവ് ഇൻ മൈ ബെഡ്? അന്ന് നീ അങ്ങനെ പോകുമെന്ന് ഞാൻ കരുതി. പക്ഷേ നീ എന്നെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ ബെഡിൽ വന്ന ആ പെണ്ണിനെ ആദ്യമായിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാതെ പോകുന്നത്. ദാറ്റ് ഈസ് മൈ സിറ്റുവേഷൻ. പക്ഷേ അതിനുശേഷം നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. ഇപ്പോൾ നീ വേറെ ഒരുത്തനെ കെട്ടാൻ പോവുക. അതെങ്ങനെ ശരിയാകും? എൻ്റെ ബെഡ് വരെ എത്തിപ്പോയതല്ലേ നീ? അപ്പോൾ നിന്നെ അങ്ങ് അനുഭവിച്ചിട്ട് തന്നെ കാര്യം. അതിനു വേണ്ടിയാ ഈ താലി കെട്ടിയത്. നിൻ്റെ തന്ത ഇപ്പോൾ ഇതറിഞ്ഞു കാണും. ലെറ്റ് മീ ടെൽ യു എ സീക്രട്ട് അഞ്ജു. അന്ന് നീ എൻ്റെ റൂമിൽ വന്നത് മുതൽ എല്ലാം എൻ്റെ റൂമിൽ സീക്രട്ട് വീഡിയോ ക്യാമറ വഴി റെക്കോർഡായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കാറിൽ വാശി പിടിച്ചിരുന്നാൽ നിന്നെ ഇറക്കാൻ ആരും വരില്ല. അതുകൊണ്ട് മര്യാദക്ക് ഇങ്ങ് ഇറങ്ങി വരാൻ നോക്ക്. അതും പറഞ്ഞ് ധ്രുവ് കാറിൽ നിന്നും ഇറങ്ങിപ്പോയി. ദേവു എന്ത് പറയണമെന്നറിയാതെ ഞെട്ടിയിരുന്നു പോയി.